നാളുകളായി ഒരു വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഭാരപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രൈസ് ദി ലോർഡ്. വിശ്വസ്തതയോടെ ദൈവത്തിനു വേണ്ടി നിന്നിട്ട് നാളുകളായി ഒരു വിഷയത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കാതിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ഭാരപ്പെടേണ്ട, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഈ പ്രഭാതത്തിൽ ഉത്തരവുമായി. അതേ പ്രിയരെ, നല്ലൊരു പ്രഭാതം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകൽക്കാലം നിങ്ങളുടെ മുൻപിൽ കടന്നു വരുവാൻ ദൈവമൊരുക്കിയ വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ദൈവം നിങ്ങളോട് കൃത്യമായി ഈ വചനത്തിലൂടെ ഇടപെട്ടാൽ ഈ ദൂത് നിങ്ങൾ സ്വീകരിക്കണം. ഇതുവരെയും വെളിപ്പെടാത്ത പ്രാർത്ഥനയുടെ മറുപടികൾ ഈ പ്രഭാതത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദൂതൻ അവനോട് പറഞ്ഞു, സെഖരിയാവേ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബത്ത് നിനക്ക് ഒരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. പ്രിയരെ, വചനത്തിനകത്ത് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു ദൈവത്തിൻ്റെ എൻകൗണ്ടറാണ് നാം വായിച്ചത്. ഒരു ക്രിസ്തുഭക്തൻ, പുതുനിയമത്തിലെ ഒരു പുരോഹിതനാണ്. താൻ ദൈവസന്നിധിയിൽ ഖൂറിൻ പ്രകാരം ശുശ്രൂഷ ചെയ്തു വരുന്ന ഒരു ഭക്തനായ മനുഷ്യൻ. സെഖരിയാവിനെ പറ്റി അതേ അധ്യായം ആദ്യത്തെ വാക്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന വ്യത്യസ്തമായ 1-2 സാക്ഷ്യങ്ങളുണ്ട്. വചനം തന്നെ അവനെ സാക്ഷ്യപ്പെടുത്തുന്നത് കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടന്നവർ, അങ്ങനെയാണ് വചനം പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരായുസ് മുഴുവനും ദൈവിക ന്യായപ്രമാണങ്ങളും ദൈവിക ഉപദേശങ്ങളും ദൈവം കൊടുത്ത വ്യവസ്ഥകളും എല്ലാം ചിട്ടയോടെ പാലിച്ചു വന്നവർ. എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും ദൈവസന്നിധിയിൽ കുറ്റമില്ലാതെ ജീവിച്ചവർ, കുറ്റമില്ലാതെ നടന്നവർ. പക്ഷെ ദൈവസന്നിധിയിൽ അവർ വിശ്വസ്തരായിരുന്നപ്പോഴും അവരുടെ കൂടാരത്തിനകത്ത് ഒരു ശൂന്യത. ഈ പ്രഭാതത്തിൽ എത്രത്തോളം ദൈവത്തിന് വേണ്ടി നിൽക്കാൻ കഴിയുമോ, എത്രത്തോളം ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കാൻ കഴിയുമോ, എത്രത്തോളം വിശ്വസ്തതയോടെ ദൈവത്തിനു വേണ്ടി ഓടാൻ കഴിയുമോ, എന്തെല്ലാം ദൈവവേലയ്ക്കോ ദൈവരാജ്യത്തിനോ സുവിശേഷത്തിനും വേണ്ടി ആത്മാർത്ഥമായി ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തിട്ടും കൂടാരത്തിനകത്ത് പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത ഏതെങ്കിലും ശൂന്യത അനുഭവിക്കുന്ന വ്യക്തികളാണോ ഈ പകൽക്കാലം നിങ്ങൾ? ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ദൂത് ഞാൻ നിങ്ങളോട് കൈമാറാം. ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിങ്ങൾ ഏത് രാജ്യത്തിലിരുന്ന് ഈ സന്ദേശം കേട്ടാലും, ഏത് ദേശത്തിരുന്ന് സന്ദേശം കേട്ടാലും ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. ഈ പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൂത് അതുപോലെ നിറവേറും. ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. പ്രിയരെ, സെഖരിയാവും എലിസബത്തും ദൈവസന്നിധിയിൽ കുറ്റമില്ലാതെ ജീവിച്ചവർ.
ചെയ്യേണ്ട ശുശ്രൂഷ കൂറിൻ പ്രകാരം നിറപടിയായി ചെയ്തവർ, അക്കോർഡിംഗ് ടു ദി ഓർഡേഴ്സ് എന്നാണ് ഇംഗ്ലീഷ് വചനം പറയുന്നത്, വേദപുസ്തകം പറയുന്നത്. നിറപടിയായി ക്രമത്തിൻ പ്രകാരം വിശ്വസ്തയോടെ ചെയ്തൊരു കുടുംബം. എന്നിട്ടും അവരുടെ കൂടാരത്തിനകത്ത് ഒരു ശൂന്യത. ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുമ്പോഴും ദൈവവേല ചെയ്യുമ്പോഴും അവിടെ ഹൃദയത്തിനകത്ത് ആരും കാണാത്തൊരു ഭാരം. അവർക്ക് തലമുറകളില്ല. ഈ പകൽക്കാലം വിശ്വസിക്കാമോ, ആരും നിന്റെ ഭാരം കണ്ടില്ലേലും നിന്റെ സങ്കടത്തെ ഹൃദയത്തിനകത്ത് മറച്ചു പിടിച്ചിട്ട് പുറമേ ചിരിച്ച് നല്ല വസ്ത്രം ധരിച്ച് എല്ലാവരോടും തമാശയും സന്തോഷമൊക്കെ ആയി മുന്നോട്ട് പോകുന്ന വ്യക്തികളായിരിക്കാം നമ്മിൽ പലരും. നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ പുറമേ കാണിക്കാറില്ല, പക്ഷേ പലപ്പോഴും ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന സങ്കടങ്ങൾ നമ്മെ ഒത്തിരി ഭയപ്പെടുത്തുന്നതാണ്. നമുക്ക് ശേഷം ആര്, നമ്മുടെ ശുശ്രൂഷ ആരേറ്റെടുത്ത് നടത്തും, എന്നെ ആര് കരുതും, എൻ്റെ നാളെ എന്താകും എന്നെല്ലാം നമ്മെ ഭീതിപ്പെടുത്തുന്ന നൂറുകണക്കിന് ചോദ്യങ്ങൾ നമ്മുടെ മുൻപിൽ വെളിപ്പെട്ട് നിൽക്കുമ്പോഴും, അങ്ങനെ വെളിപ്പെട്ട സെക്കരിയാവിൻ്റെ മുൻപിൽ ഒരു ദൂതനിറങ്ങി. സെക്കരിയാവ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ധൂപപീഠത്തിൻ്റെ വലത്തുഭാഗത്ത് ദൂതനെ സെക്കരിയാവ് കണ്ടെങ്കിൽ ഈ പകൽ അശരീരമായി ഞാൻ ആത്മാവിൽ കൈമാറാം. ദൈവം ലിറ്ററലി ദൃശ്യമായ മണ്ഡലങ്ങളിൽ നിനക്ക് വേണ്ടി ചില ദൂതന്മാരെ എഴുന്നേൽപ്പിക്കും. ഈ പ്രഭാതം അങ്ങനെ ഒന്ന് വിശ്വസിക്കാൻ കഴിയുമോ? ദൈവം ചിലരെ നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കും. വചനം പറയുന്നു, അവൻ ചുഴലിക്കാറ്റിനെ തൻ്റെ ദൂതന്മാരാക്കുന്നവനാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം ആരെയും നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിക്കാം. ചിലപ്പോൾ ഒരു മനുഷ്യനായിരിക്കാം, ചിലപ്പോൾ ലിറ്ററലി ദൈവിക ദൂതൻ ഇറങ്ങിയേക്കാം. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ പറയാം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ടുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിട്ടുണ്ട്. വിശ്വസിക്ക്, ഈ പ്രഭാതത്തിൽ ഇതുവരെയും വെളിപ്പെടാത്ത പ്രാർത്ഥനയുടെ മറുപടികൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ദൂതൻ പറയുക, സെക്കരിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് ഒരു മകനെ പ്രസവിക്കും. അവൻ ദൈവത്തിനൊരു വാക്തത്വ തലമുറയായിരിക്കും. അരിമനാഥൻ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് വേണ്ടി വഴിയൊരുക്കാൻ എനിക്കൊരു സ്നാപക യോഹന്നാനെ വേണം. അതുകൊണ്ട് നീ അവനെ യോഹന്നാൻ എന്ന് പേര് വിളിക്കണം. എനിക്ക് വേണ്ടി വഴിയൊരുക്കാൻ ഒരുവനെ വേണം. ആഴമുള്ള മറുപടിയല്ലേ? ചിലത് തടയപ്പെട്ടത്, ചിലതിൻ്റെ കാലാവധിയൊക്കെ ദൈവം നീട്ടിവെച്ചത്, അർഹതയില്ലാത്ത നന്മകൾ, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തികൾ നിന്റെ കൂടാരത്തിനകത്ത് ദൈവത്തിന് വെളിപ്പെടുത്താനുള്ളതായിരുന്നത് കൊണ്ടാണ്. ഈ പകൽ വിശ്വസിക്ക്, അടഞ്ഞുപോയ ഗർഭപാത്രത്തെ എൻ്റെ ദൈവത്തിന് തുറക്കാൻ കഴിയും. നിന്റെ ശരീരത്തിനകത്തുള്ള മാരക രോഗത്തെ എൻ്റെ ദൈവത്തിന് സൗഖ്യമാക്കാൻ കഴിയും. നിന്റെ തകർന്നുപോയ കുടുംബജീവിതത്തെ എൻ്റെ ദൈവത്തിന് പണിയാൻ കഴിയും. നിന്റെ തലമുറയുടെ തകർന്നുപോയ ജീവിതത്തെ എൻ്റെ ദൈവത്തിന് ഈ പകൽക്കാലം പണിയാൻ കഴിയും. നിന്റെ തകർന്നുപോയ വിദ്യാഭ്യാസത്തെ എൻ്റെ ദൈവത്തിന് മടക്കിത്തരാൻ കഴിയും. ആർക്കുമില്ലാത്തൊരു ഭാവി എൻ്റെ ദൈവത്തിന് നിനക്ക് തരാൻ കഴിയും. ആരുടെ ജീവിതത്തിലും വെളിപ്പെടാത്തൊരു മാന്യത എൻ്റെ ദൈവത്തിന് ഒരുക്കി തരാൻ കഴിയും. വിശ്വസിക്ക്, അധൈര്യപ്പെട്ടു പോകരുത്. ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തിക്ക് വേണ്ടി എൻ്റെ ദൈവം എന്നെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയും. ദൈവം നിനക്ക് വേണ്ടി ചിലത് പ്രവർത്തിക്കാൻ കഴിയും.
ഈ പകൽ ഞാൻ അതങ്ങനെ പറയുമ്പോൾ അവിടെയൊക്കെ കൂടാരത്തിനകത്ത് അങ്ങനെ സംഭവിക്കുകയാണ്. വ്യത്യസ്തമായ നിലവാരത്തിൽ ചില ദൈവപ്രവർത്തികൾ. ഒരു ഉറപ്പ് ഞാൻ പറയാം, ഭയപ്പെടേണ്ട. ഭയത്തിൻ്റെ സ്പിരിറ്റുകളെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുകയാണ്. മറുപടികൾ താമസിച്ചപ്പോൾ എവിടെയൊക്കെ ഭയം വെളിപ്പെട്ടു, ഏതൊക്കെ വാതിലുകൾ അടഞ്ഞപ്പോൾ എവിടെയൊക്കെ ഭയം വെളിപ്പെട്ടു, എവിടെയൊക്കെ ശൂന്യത വന്നപ്പോൾ എവിടെയൊക്കെ ഭയം വെളിപ്പെട്ടു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭയങ്ങളും മാറട്ടെ. കാരണം ഭയത്തിൻ്റെ ആത്മാവല്ല നിന്നെ ലീഡ് ചെയ്യുന്നത്, ലീഡ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ ലീഡ് ചെയ്താൽ ഇതുവരെയും കാണാത്ത ചില ദൈവപ്രവർത്തികൾ നിന്നിൽ വെളിപ്പെടും, നിന്റെ തലമുറയിൽ വെളിപ്പെടും. അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവർത്തികൾ, ദൈവിക ചലനങ്ങൾ സംഭവിക്കും. ഞാൻ ഈ വചനം ഇങ്ങനെ പറയുമ്പോൾ ഏതൊക്കെ കൂടാരത്തിനകത്ത് പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടുകയാണ്. ഏത് രാജ്യത്തിലിരുന്ന് ഞെരുങ്ങിയാലും ദൈവത്തിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നിൻ്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടുത്തും. നീ പ്രാർത്ഥിച്ചതിനുള്ള മറുപടി എൻ്റെ ദൈവം നിനക്ക് തരും. തരുന്നത് അത്ഭുതകരമായ വാഗ്ദത്ത നിവൃത്തിയോടായിരിക്കും. ഈ പ്രഭാതത്തിൽ ഈ ദൂത് വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞത് സ്വീകരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. സെക്കരിയാവിനോട് ദൂതൻ പറഞ്ഞതുപോലെ ഈ പകൽക്കാലം ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഭയപ്പെടേണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? സ്വർഗീയ മല്ല കർത്താവേ, ഈ നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവർ ഏതവസ്ഥയിലിരുന്നാലും ഏതു സാഹചര്യത്തിലിരുന്ന് ഈ ശബ്ദം കേട്ടാലും ഈ നിമിഷം എൻ്റെ കൂടെ ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതുവരെയും വെളിപ്പെടാത്ത ചില പ്രാർത്ഥനയുടെ മറുപടികൾ അവരുടെ കൂടാരത്തിനകത്ത് വെളിപ്പെടട്ടെ. ആശ്രയനായ യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ഈ നിമിഷം അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷം ഈ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവിടെ മേൽ ഭയത്തിൻ്റെ എല്ലാ സ്പിരിറ്റുകളും മാറട്ടെ. ദൈവത്തിൻ്റെ ആൻസർ അവരുടെ മേൽ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ വെളിപ്പെടട്ടെ. ഞാനിപ്പോൾ ആത്മാവിൽ അതങ്ങനെ കൽപ്പിക്കുകയാണ്. വർഷങ്ങൾ പഴക്കമുള്ള പ്രാർത്ഥനയുടെ മറുപടികൾ ഈ പ്രഭാതത്തിൽ അവിടെ മേൽ വെളിപ്പെടട്ടെ. ചില രോഗങ്ങളെ ഞാൻ ശാസിക്കുകയാണ്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അവിടെ ഉദരങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. വാഗ്ദത്തത്തിൻ്റെ തലമുറകൾ പുറത്തു വരട്ടെ. ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി അസാധാരണമായ ഭാവികൾ അവിടെ ജീവിതത്തിനകത്ത് വെളിപ്പെടട്ടെ. ഭാവി മണ്ഡലങ്ങൾ തുറന്നു വരട്ടെ. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ സംഭവിക്കട്ടെ. റൈറ്റ് നൗ ഇൻ ദി നെയിം ഓഫ് ജീസസ്, യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടട്ടെ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അതേ പ്രിയരെ, ഈ പകൽ വിശ്വസിക്കുക. ഇതുവരെയും കാണാത്ത ചില ദൈവപ്രവർത്തികൾ, ഇതുവരെയും കാണാത്ത ചില പ്രാർത്ഥനയുടെ മറുപടികൾ നിൻ്റെ ജീവിതത്തിനകത്ത് എൻ്റെ ദൈവം ചെയ്യാൻ പോവുക. ഈ പകൽക്കാലം ഈ ദൂത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തെ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഈ പകൽക്കാലം നിൻ്റെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെടും. ഈ ദൂത് നിങ്ങൾക്ക് ആശ്വാസമായ നിങ്ങൾ മറ്റുള്ളവർക്ക് ഈ സന്ദേശം ഷെയർ ചെയ്ത് കൊടുക്കണം. അവരുടെ ഹൃദയത്തിനകത്ത്, അവരുടെ ജീവിതത്തിനകത്തും ഈ വചനം ചില പ്രാർത്ഥനയുടെ മറുപടികളെ കൊണ്ടുവരും. പകൽക്കാല പ്രാർത്ഥന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം ഏതൊരു കാര്യം കൂടെ പറയട്ടെ, വിളിച്ചിട്ട് കിട്ടിയില്ല എങ്കിൽ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഉറപ്പായും ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥനയുടെ മറുപടികളെ കൊണ്ടുവരുന്ന ഒരു പകൽക്കാലമായി ഈ പകൽക്കാലം തീരും. ഇന്ന് പകൽക്കാലം ഇതുപോലുള്ള സന്ദേശങ്ങൾ എല്ലാ പ്രഭാതത്തിലും ദൈവം സംസാരിക്കുന്ന ദൂതുകൾ നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ
ഒരു യാത്ര തിരിക്കാമോ? പരിശുദ്ധാത്മാവിനോട് പറയാമോ? ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ. ഗോഡ് ബ്ലസ് യു. ആമേൻ.